ആരടുത്തെങ്കിലും ഒരു പ്രയാസമൊക്കെ ഉണ്ടായാൽ അത് സഹിക്കണം. ഒരു പ്രയാസം ഉണ്ടായാൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു പ്രയാസം ഉണ്ടായാൽ അത് ഉൾക്കൊള്ളണം. ഇപ്പം എന്ത് സുഖം ഉണ്ടാവും. ഏഴാമത്തത് റുജൂ ബിൽ മലാമത്തി അലൻ നഫ്സ്. ആക്ഷേപം പരമാവധി നമ്മളെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ആക്ഷേപം എപ്പോഴും നമ്മളെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, നമ്മളെ സ്വയം ഏറ്റെടുക്കുക. എന്നിട്ട് പിന്നെ വേഗം തീർക്കാലോ. മറ്റുള്ളവരുടെ ഭാഗത്താക്കിയാൽ ഓല് തീർത്തിട്ടില്ലേ, കുടുങ്ങിയില്ലേ. ആക്ഷേപാർഹമായ സംഗതികൾ പരമാവധി നമ്മളെ ഏറ്റെടുത്ത് നമ്മൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മറുഭാഗത്തു നിന്ന് വരുന്ന ആള് എന്ത് ചെയ്തു, കുറച്ച് ഓവറായിട്ട് നമ്മളെ സൈഡിലേക്ക് കയറി. അപ്പൊ നമ്മൾ പറയാം, നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇപ്പുറത്തിറക്കിയാൽ മതിയായിരുന്നു, ഇപ്പുറത്തിറക്കി നിർത്തിയാൽ മതി, എന്നാ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, സമാധാനായി. അപ്പോ പരമാവധി ആക്ഷേപത്തെ എന്ത് ചെയ്യണ്ട, മറ്റൊരാളിലേക്ക് കൊണ്ടുപോകണ്ട. ആക്ഷേപം പരമാവധി തീർന്നല്ലോ, അത് പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല, ഖലാസ്. എട്ടാമത്തത് വത്തഫറുദു ബിമാരിഫത്തി ഒയൂബി നഫ്സിഹി ദൂന ഒയൂബി ഗൈരിഹി. എപ്പോഴും സ്വന്തം നമ്മുടെ നഫ്സിന്റെ കുറ്റം മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ, നമ്മൾ കുറ്റങ്ങൾ പരിശോധിക്കേണ്ടത്. നഫ്സിന്റെ ഐബ് അറിയേണ്ടത് നമ്മൾ ഐബേ അറിയേണ്ടത്. ഇന്നതും കൂടെ തിരുത്താനുണ്ട്, ഇന്നടത്തും കൂടെ പോരായ്മ ഉണ്ട്, അതും കൂടെ തിരുത്തണം. മറ്റോന്റെ പോരായ്മ എന്ത് തിരുത്താണ്ട് എന്നുള്ളത് വെറുതെ അന്വേഷിച്ച് സമയം കളയുന്നത്. ഫത്തിഷ് ഒയൂബ് ഖബലൽ വൈരി ഖുല്ലി മിനന്നാസി മൻ ഐബുൻ ലഹു സലിമ. മാഷാഅല്ലാഹ്. ഇനി 9 അല്ലേ? ത്വലാഖത്തുൽ വജ്ഹി ലിസ്സഗീരി വൽ കബീർ. ചെറിയവരോടും മുതിർന്നവരോടെല്ലാം മുഖപ്രസന്നത കാണിക്കുക. എല്ലാവരോടും മുഖപ്രസന്നത കാണിക്കുക. എനിക്ക് പൊതുജനങ്ങളോടും എല്ലാവരോടും ഭയങ്കര മുഖപ്രസന്നത, അതേസമയത്ത് നമ്മളെ സ്വന്തക്കാരുടെ അടുത്തെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സ്റ്റുഡൻസിന്റെ അടുത്തെത്തുമ്പോൾ, നമ്മളെ തൊലബത്തിന്റെ അടുത്തെത്തുമ്പോൾ അപ്പോൾ ഭയങ്കര മുഖം വീർത്തു പോവുക. ഇപ്പൊ എല്ലാവരോടും മുഖപ്രസന്നത കാണിക്കാൻ കഴിയുക. 10ാമത്തത് വലുത്തുഫുൽ കലാമി ലിമൻ ദൂനഹു വലിമൻ ഫൗഖഹു. താഴെയുള്ളവരോടും മേലുള്ളവരോടും, അപ്ലൈനിലും ഡൗൺലൈനിലും ഒക്കെ നല്ല സംസാരം, മഴത്തോടെ കരുണയോടെ സംസാരിക്കുക. വലിയൊരു മാറ്ററാണ് ഈ മാറ്റർ. സലിമാമിന്റെ ബിദായത്തുൽ ഹിദായയുടെ ഖിസ്മുസാനിയുടെ തുടക്കത്തിൽ വിശാലമായ ഹദീസ് കൊണ്ടുവന്നപ്പോൾ ഈ ബാബം വലിയൊരു വിഷയമായിട്ട് അവതരിപ്പിച്ചൊരു വിഷയം കൂടിയാണ് ലുത്തുഫുൽ കലാം. വളരെ കരുണയോടെ സംസാരിക്കുക എന്നുള്ളത് നിരന്തരം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ദുനിയവിയായ ജീവിതവും നന്നാകും, ഉഖ്റവിയായ ജീവിതവും നന്നാകും. ഒന്ന് ലുത്തുഫോട് സംസാരിക്കുന്ന ഒരു രീതി പരിശീലിച്ചു കൊണ്ടുവന്നാൽ, പക്ഷെ അത് ലൈഫ് ലോങ് പരിശീലിക്കേണ്ടതാണ്. ഈ 10 കാര്യങ്ങൾ എപ്പോഴും എഴുതി പ്രദർശിപ്പിക്കുന്നതൊക്കെ നിരന്തരം പ്രദർശിപ്പിച്ചാലൊക്കെ നല്ല ഫലം ഉണ്ടാകും. ഏതായാലും നമ്മുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല റൂട്ടാണ്.